ഫ്യൂച്ചർ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 5 വിമാന അപകടങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫെബ്രുവരി 7 98 സൈനികരും 4 ജോലിക്കാരെയും ചേർത്ത് 102 പേരെയും വഹിച്ചുകൊണ്ടാണ് ചണ്ഡീഗഡ് എയർപോർട്ടിൽ നിന്നും ലേഹിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 4 എഞ്ചിൻ ടർബോ പ്രോപ്പ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റായ ആൻറ്റോനോവ് AN-12 എന്ന വിമാനം ലേഹ് എയർപോർട്ടിന് സമീപം മോശം കാലാവസ്ഥയെ തുടർന്ന് തകർന്നു വീഴുകയായിരുന്നു. ലേഹ് എയർപോർട്ടിന് സമീപം മോശം കാലാവസ്ഥയെ തുടർന്ന് പൈലറ്റ് വിമാനം തിരിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് വിമാനവുമായുള്ള റേഡിയോ സന്ദേശം നഷ്ടപ്പെടുകയും ചെയ്തു. ദിവസങ്ങളുടെ തിരച്ചിലിന് ശേഷം അവശിഷ്ടങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് വിമാനം കാണാതാവുകയാണെന്ന് അധികൃതർ തീരുമാനിച്ചു. റോത്തങ് പാസിന് മുകളിൽ വെച്ച് റേഡിയോ സിഗ്നൽ നഷ്ടപ്പെട്ട വിമാനത്തിനായി 18,000 അടി ഉയരത്തിലുള്ള ധാക്ക ഹിമപ്പരപ്പിലെ പരിസരങ്ങളിൽ 2003 മുതൽ 2009 വരെ 3 തിരച്ചിലുകൾ നടത്തിയതിൽ 4 സൈനിക മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. തുടർന്ന് 2019 ഓഗസ്റ്റിൽ 13 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കാണാതായ വിമാനത്തിൻ്റെ എയറോ എഞ്ചിൻ, ഫ്യൂസലേജ്, ഇലക്ട്രിക് സർക്യൂട്ട്, ഫ്യൂവൽ ടാങ്ക്, കോക്പിറ്റ് ഡോർ എന്നിവ കണ്ടെത്തുകയും തുടർന്ന് വിമാനത്തിലെ 102 യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. 1988 ഒക്ടോബർ 19 135 യാത്രക്കാരുമായി മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ട ബോയിങ് 737-200 വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യൻ എയർലൈൻ ഫ്ലൈറ്റ് 113 എന്ന വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിന് 2.5 കിലോമീറ്റർ സമീപം തകർന്നു വീഴുകയായിരുന്നു. മുംബൈയിൽ നിന്ന് ഇന്ത്യൻ സമയം 5:45 പുറപ്പെടേണ്ട വിമാനം 20 മിനിറ്റ് വൈകി 6:05 പുറപ്പെട്ടത്. 6:20 അഹമ്മദാബാദ് അപ്രോച്ച് കൺട്രോളുമായി വാർത്താവിനിമയം സ്ഥാപിച്ച വിമാനം 6:53 അപകടത്തിൽപ്പെടുകയായിരുന്നു. 6:50 എയർ ട്രാഫിക് കൺട്രോളുമായി വാർത്താവിനിമയം സംവിധാനം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിമാനത്തിലെ ആൾട്ടിമീറ്റർ സംവിധാനം കേടാകുകയും ചെയ്തതോടെ പൈലറ്റുമാർ റൺവേയിലേക്ക് ഇറക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വിമാനത്തിൻ്റെ അമിത വേഗത കാരണം റൺവേയിൽ ഇറക്കാൻ കഴിയാതെ വരികയും തൊട്ടടുത്ത ഗ്രാമത്തിൽ മരത്തിൽ ഇടിച്ച് തകരുകയും ചെയ്തു. അപകടത്തിൽ 133 പേർ മരിക്കുകയും 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു. ദുബായിൽ നിന്ന് 160 യാത്രക്കാരും 6 ജോലിക്കാരെയും വഹിച്ചുകൊണ്ട് 2010 മെയ് 22 മംഗലാപുരത്തേക്ക് പുറപ്പെട്ട ബോയിങ് 737-800 പാസഞ്ചർ ജെറ്റ് മംഗലാപുരത്ത് ലാൻഡിങ്ങിനിടയിൽ പൈലറ്റിന് സംഭവിച്ച വീഴ്ച മൂലം തകർക്കുകയായിരുന്നു. റൺവേയും കഴിഞ്ഞ് 240 മീറ്റർ മുന്നോട്ട് നീങ്ങിയ വിമാനം 980 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആ അപകടത്തിൽ വിമാനത്തിൻ്റെ ചിറകുകൾ കോൺക്രീറ്റ് ഭിത്തികളിൽ ഇടിച്ച് കത്തി അമരുകയായിരുന്നു. ബോയിങ് 737 ജനറേഷനിൽപ്പെട്ട വിമാനങ്ങളുടെ അപകടത്തിൽ വെച്ച് ഏറ്റവും വലിയ 3ാമത്തെ അപകടമായിരുന്നു അത്. 152 യാത്രക്കാരും വിമാനത്തിലെ എല്ലാ ജീവനക്കാരും ആ അപകടത്തിൽ ജീവൻ നഷ്ടമായപ്പോൾ 8 യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും അതിലൊരാൾ പിന്നീട് പരിക്ക് മൂലം മരണപ്പെടുകയും ചെയ്തു. ഇതിന് സമാനമായ ഒരപകടമാണ് 2020 ഓഗസ്റ്റ് 8 കൊണ്ടോട്ടി കരിപ്പൂർ എയർപോർട്ടിൽ സംഭവിച്ചത്. 190 യാത്രക്കാരും 23 ജീവനക്കാരെയും കൊണ്ട് 1978 ജനുവരി 1 ബോംബെ സാന്താക്രൂസ് എയർപോർട്ട്
അഥവാ ഇന്നത്തെ ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് പോവുകയായിരുന്ന എംപറർ അശോക എന്ന വിളിപ്പേരുള്ള ബോയിങ് 747-237B എന്ന വിമാനം ക്യാപ്റ്റൻ കുക്കാറിൻ്റെ നേതൃത്വത്തിൽ റൺവേ 27 നിന്നും ടേക്ക് ഓഫ് ചെയ്ത് 101 സെക്കൻഡുകൾക്കുള്ളിൽ അറബിക്കടലിലേക്ക് പതിക്കുകയായിരുന്നു. വിമാനത്തിലെ ആറ്റിറ്റ്യൂഡ് ഇൻഡിക്കേറ്ററിൽ ക്യാപ്റ്റനുണ്ടായ തെറ്റായ ധാരണ മൂലം ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്ന വിമാനത്തിൻ്റെ ദിശ തിരിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട വിമാനം അറബിക്കടലിൽ പതിക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ്റെ ചെറിയ അശ്രദ്ധ മൂലം പുതുവത്സര സായാഹ്നത്തിൽ നഷ്ടപ്പെട്ടത് യാത്രക്കാരും ജീവനക്കാരും അടക്കം 213 പേരുടെ ജീവനായിരുന്നു. സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പ് പറന്നുയർന്ന വിമാനം വൈകാതെ ഇരുണ്ട അറബിക്കടലിൽ പതിക്കുകയായിരുന്നു. ചർക്കി-ദാദ്രി മിഡ് എയർ കൊലൂഷൻ എന്നാണ് ലോകം കണ്ട ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മരണത്തിനിടയാക്കിയ മിഡ് എയർ കൊലൂഷൻ്റെ പേര്. നമ്മുടെ റോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നത് പോലെ പറന്നുകൊണ്ടിരിക്കെ വിമാനങ്ങൾ ആകാശത്ത് വെച്ച് കൂട്ടിയിടിക്കുന്നതിനെയാണ് മിഡ് എയർ കൊലൂഷൻ എന്ന് പറയുന്നത്. 1996 നവംബർ 12-ന് 288 യാത്രക്കാരും 23 ജീവനക്കാരെയും കൊണ്ട് ഡൽഹിയിൽ നിന്ന് സൗദി അറേബ്യയിലെ ദഹ്റാനിലേക്ക് പുറപ്പെട്ട ബോയിങ് 747-168B എന്ന സൗദി അറേബ്യൻ ഫ്ലൈറ്റ് 763-യും 27 യാത്രക്കാരും 10 ജീവനക്കാരെയും കൊണ്ട് കസാക്കിസ്ഥാനിലെ ചിൻകെട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ഇല്യൂഷൻ 276 എന്ന കസാക്കിസ്ഥാൻ എയർലൈൻ ഫ്ലൈറ്റ് 1907 എന്ന ചെറുവിമാനവും ഡൽഹിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ചർക്കി-ദാദ്രി എന്ന വില്ലേജിലൂടെ പറക്കവേ കൂട്ടിയിടിക്കുകയായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ കസാക്കിസ്ഥാൻ എയർലൈൻ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കാരണം അപകടത്തിൽ നഷ്ടമായത് 349 ജീവനുകളായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം കുറവ് മൂലം ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിക്കേണ്ട കാര്യങ്ങളിൽ സംഭവിച്ച ഗുരുതര വീഴ്ച മൂലമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപകടം ഉണ്ടായത്. 15,000 അടി ഉയരത്തിൽ പറക്കേണ്ട കസാക്കിസ്ഥാൻ വിമാനം പൈലറ്റിൻ്റെ വീഴ്ച മൂലം 14,000 അടിക്കും താഴെയായാണ് പറന്നത്. നിശ്ചിത ഉയരം പാലിക്കാത്തത് ശ്രദ്ധയിൽപ്പെട്ട റേഡിയോ ഓപ്പറേറ്റർ പൈലറ്റിനോട് വിമാനം ഉയർത്താൻ ആവശ്യപ്പെടുകയും ഓപ്പറേറ്ററുടെ നിർദ്ദേശം അനുസരിച്ച് മുകളിലേക്ക് ഉയർത്താൻ ശ്രമിച്ച കസാക്കിസ്ഥാൻ എയർലൈൻ അതുവഴി പോയ സൗദി അറേബ്യൻ വിമാനത്തിൻ്റെ ഇടതു ചിറകിൽ ഇടിക്കുകയും 2 വിമാനങ്ങൾ തകരുകയും ചെയ്തു. ഒരുപക്ഷെ ആ സമയം മുകളിലേക്ക് ഉയർത്താതിരുന്നെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സാധാരണ വിമാന കമ്പനികൾ ഏരിയൽ നാവിഗേഷന് വേണ്ടി അഥവാ വിമാനത്തിൻ്റെ ദൂരവും ആൾട്ടിറ്റ്യൂഡും അളക്കാൻ ഉപയോഗിക്കുന്ന രീതി ഫീറ്റ് അഥവാ അടിയും നോട്ടിക്കൽ മൈലുമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കസാക്കിസ്ഥാൻ പൈലറ്റുമാർ ഇതിനു പകരം മീറ്ററും കിലോമീറ്ററുമാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇങ്ങനെ കസാക്കിസ്ഥാൻ പൈലറ്റിന് ഏരിയൽ നാവിഗേഷനിൽ വന്ന പിഴവാണ് ലോകം കണ്ട ഏറ്റവും വലിയ മിഡ് എയർ കൊലൂഷൻ നടക്കാൻ കാരണമായത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്രദമായ വീഡിയോകൾ മുടങ്ങാതെ കാണുവാൻ ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.